നമസ്കാരം മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചോ? എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങള് ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു റഫ് ബുക്കും പേനയും കയ്യിൽ കരുതണം. അപ്പോഴേ ഞാൻ പറയുന്ന ഇക്വേഷനും ഒക്കെ പറയുമ്പോൾ നിങ്ങളോട് എന്റെ കൂടെ എഴുതണം. ഞാൻ പടം വരയ്ക്കുമ്പോൾ നിങ്ങളോട് എന്റെ കൂടെ പടം വരയ്ക്കണം. അപ്പൊ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്നും ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നോണം, റെഡി ആയിട്ട്. അതുപോലെ അന്നത്തെ നോട്ട് ഞാൻ അയച്ചു തരും. അത് അന്ന് തന്നെ നോട്ട്ബുക്കിൽ അത് എഴുതണം. എന്നിട്ട് അന്നെ തന്നെ കാര്യങ്ങൾ പഠിച്ചു പോയില്ലെങ്കിൽ പിന്നെ അവസാനം വരുമ്പോ ഇതെല്ലാം കൂടെ വലിയ പ്രയാസമാവും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ പഠിച്ചത്? ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിലെ ആനോഡ് ഏതാണെന്ന് പഠിച്ചത്? സിങ്ക് അല്ലെ? കാഥോഡ് ഏതാ? കോപ്പർ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഓക്സിഡേഷൻ. അതായത് സിങ്ക് ഗീവ്സ് സിങ്ക് 2++2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ആനോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? റിഡക്ഷൻ. അതായത് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ. കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇതെവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ്? കാഥോഡ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ആനോഡ് എപ്പോഴും ഏത് സൈഡിലാണ് വരുന്നതെന്നാ പറഞ്ഞേ? ലെഫ്റ്റ് സൈഡിൽ. ആനോഡില് ഓക്സിഡേഷൻ നടക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് ആനോഡ്. അപ്പൊ ഇതൊക്കെ അറിയാനായിട്ട്, ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ഹിന്റ് പറഞ്ഞു തരാം. ഈ ഒരു വേർഡ് ഓർത്തിരിക്കുക, ലോൺ. എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ്, ഓ ഓക്സിഡേഷൻ, എ ആനോഡ്, എൻ നെഗറ്റീവ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ആനോഡ് ലെഫ്റ്റ് സൈഡിലാണ്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആനോഡിന്റെ ചാർജ് എന്താ? ഡാനിയൽ സെല്ലിലെ ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്. അതപ്പോ ഈ ലോൺ എന്ന വേർഡ് ഓർത്തിരിക്കുക. അത് നോട്ട്ബുക്കിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടേക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാഥോഡിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്താ? കാഥോഡ് റൈറ്റ് സൈഡിലാണ്. കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ കാഥോഡിന്റെ ചാർജ്, ഡാനിയൽ സെല്ലിൽ കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ലോൺ എന്ന വേർഡ് ഉപയോഗിച്ച് ആനോഡിന്റെ കാര്യം ഓർത്തിരുന്ന നമ്മൾ പിന്നെ അതിന്റെ വിപരീതമാണ് കാഥോഡിൽ നിന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ നമുക്ക് പുതുതായിട്ടൊരു കാര്യം പഠിക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ അബ്രീവിയേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. യെസ്, ഹൈഡ്രജന്റെ H, പിന്നെ ഇലക്ട്രോഡിന്റെ E, SHE, ഷി അല്ലെങ്കിൽ NHE എന്നും പറയും. നമ്മൾ ഇതൊരു റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് പിന്നീട് പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ റെഫറൻസ് ഇലക്ട്രോഡ് എന്നായിട്ട് ഉപയോഗിക്കുന്നത്? അതായത് നമുക്കിപ്പോ ഒരു ഇലക്ട്രോഡ് തന്നാൽ ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഹൈഡ്രജനുമായിട്ട് ആ തന്നിരിക്കുന്ന ഇലക്ട്രോഡിനെ ലിങ്ക് ചെയ്തിട്ട് രണ്ട് ഇലക്ട്രോഡ് ചേരുമ്പോൾ ഒരു സെല്ലാവും. എന്നിട്ട് സെല്ലിന്റെ EMF കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇത് പിന്നാലെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു ഫിഗർ ഞാനിവിടെ വരയ്ക്കാം. അതായത് ഒരു ബീക്കറിൽ 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ എടുക്കുകയാണ്. 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഒരു ബീക്കറിൽ എടുത്തു. അപ്പൊ അതിന്റെ ഒക്കെ സൊല്യൂഷൻ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാണും? H+ അയോണും Cl- അയോണും ഒക്കെ കാണുമല്ലോ. ഇതിലേക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഇമേഴ്സ് ചെയ്ത് വെക്കുക. അതിൽ കൂടി ഒരു കണക്റ്റിംഗ് വയർ കടത്തി വിടുക. എന്നിട്ട് ഈ കണക്റ്റിംഗ് വയറിന്റെ അറ്റത്ത് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് കണക്ട് ചെയ്യുക. ഏത് ഇലക്ട്രോഡാണ്? പ്ലാറ്റിനം ഇലക്ട്രോഡ്. എന്നിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഇവിടെ മുക്കി വയ്ക്കും.
ആ ഓപ്പൺ ഗ്ലാസ് ട്യൂബിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തിവിടും. ഇത്രയാണ് നമ്മുടെ SHEയുടെ കൺസ്ട്രക്ഷൻ. എന്താണ്? ഒരു കണക്റ്റിംഗ് വയർ ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ്, ഒരു ഓപ്പൺ ഗ്ലാസ് ട്യൂബ്, പിന്നെ ബീക്കറിൽ 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ, പിന്നെ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇതിനകത്ത് ഇമോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ബാർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ ഇതിൽ കൂടെ കടത്തിവിടുകയാണ്. അപ്പൊ SHEക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ, ഇതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പേര് പറയാൻ കാരണം തന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 1 ബാർ പ്രഷർ, 1 മോളാർ കോൺസെൻട്രേഷൻ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. പിന്നെ SHEക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് വിധേയമാവുമ്പോഴാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, റിഡക്ഷന് വിധേയമാവുമ്പോഴാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് SHE ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. when SHE acts as anode, അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. എന്താണ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസിനെ കൂടെ കടത്തി വിടുവല്ലേ. ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ഓരോ ഹൈഡ്രജൻ ആറ്റം ഓരോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. അപ്പോഴ് അതെന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. പക്ഷെ ഇവിടെ 2 ഹൈഡ്രജൻ ഗ്യാസിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഇല്ലേ? അപ്പൊ എത്ര ഇലക്ട്രോൺ വരും? 2H+ ആവും. H+ ആയിക്കഴിഞ്ഞാൽ അത് ഈ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാ? സൊല്യൂഷൻ ഇല്ല, 1 മോളാർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതും 1 മോളാർ അക്വസ് എഴുതും. പിന്നെ അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഓക്സിഡേഷൻ. അപ്പൊ നമ്മൾ ആ ഹാഫ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാം. when SHE acts as half cell, ഒരു സെല്ലിന്റെ പകുതിയായിട്ട് SHEക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഹാഫ് സെല്ലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്സിഡേഷൻ ആണ്. അപ്പോഴ് എന്തോ ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷേ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യണ്ടേ? ഹൈഡ്രജൻ ഗ്യാസാ, അതിന് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഇലക്ട്രോഡായിട്ട് വെച്ചിരിക്കുന്നത് എന്താ? പ്ലാറ്റിനം ഇലക്ട്രോഡ്. പ്ലാറ്റിനം അത് സോളിഡ് ഫേസിലാണ്. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് എന്തായിട്ട് മാറുവാ? H+. കോൺസെൻട്രേഷൻ എന്താ? 1 മോളാർ അക്വസ്. ഇതാണ് ഹൈഡ്രജൻ ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷനും ഹാഫ് സെല്ലിന്റെ റെപ്രസെന്റേഷനും. ആനോഡിൽ ഓക്സിഡേഷൻ, പിന്നെ ഹാഫ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക ഹൈഡ്രജൻ ഗ്യാസ് H+. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിലുള്ള റിയാക്ഷൻ നോക്കാം. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തുവാ? റിഡക്ഷൻ. അപ്പൊ ഇവിടെ അതായത് നമുക്കിവിടെ ബീക്കറിൽ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ബബിൾസ് കാണാം. ബബിൾസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസാ. അത് ഈ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ ഫലമായിട്ട് ഈ ബബിൾസ് ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്ന്. കാഥോഡിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആസിഡിന്റെ അക്വസ് സൊല്യൂഷനിൽ ഏത് അയോൺസ് ഉണ്ട്? H+ അയോൺസ് ഉണ്ട്. അപ്പൊ ഈ H+ അയോൺ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഹൈഡ്രജൻ വന്ന് ഓക്സിഡേഷൻ നടന്ന് ഇവിടെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നില്ല. ആ ഇലക്ട്രോണിനെ ഈ സൊല്യൂഷനിലുള്ള H+ അയോൺസ് അക്സെപ്റ്റ് ചെയ്യും. എന്താണ്? ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ സൊല്യൂഷനകത്തുള്ള H+ അയോൺസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴ് H+ അയോൺസ് എവിടെയാണ് കിടക്കുന്നത്? 1 മോളാർ അക്വസ് സൊല്യൂഷൻ. അതെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതെന്തായിട്ട് മാറും? H+ലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോ ഹൈഡ്രജൻ ആറ്റം ആവും. ഹൈഡ്രജന് ആറ്റമായിട്ടല്ലല്ലോ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം H2 ഗ്യാസ്. ഒരു ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ വേണ്ടേ? H2നോ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ 2H+. ഇതിന്റെ കോൺസെൻട്രേഷൻ എന്താ? 1 ബാർ. ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കണം. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്
ഇലക്ട്രോഡ് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ. 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് H2 ഗ്യാസ്. ഇനി അപ്പൊ നമ്മൾ ആ ഹാഫ് സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? റിഡക്ഷൻ ഹാഫ് സെൽ റൈറ്റ് സൈഡിൽ വരുന്നത് കാഥോഡ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അതായത് H+ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാം 1 മോളാർ അക്വസ് ആണ്. പിന്നെ ചെറിയൊരു വരയിട്ടു ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷർ. അതിന്റെ കൂടെ എന്തുണ്ട്? പ്ലാറ്റിനം ഇലക്ട്രോഡും ഉണ്ട്. അപ്പം when SHE acts as കാഥോഡ് ഹാഫ് സെല്ലിനെ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. H+ എന്തായിട്ട് മാറുക? കാഥോഡില് H2 ആയിട്ട് മാറുന്നു. H+ന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അക്വസ് സൊല്യൂഷൻ, ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷർ, പിന്നെ ഇലക്ട്രോഡ് റെപ്രസെന്റ് ചെയ്തു പ്ലാറ്റിനം ഇലക്ട്രോൺ. ഇത്രയാണ് SHEയുടെ കാര്യങ്ങള്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കണം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എല്ലാ ടെമ്പറേച്ചറിലും 0 ആണ്. Potential of standard hydrogen electrode is 0 volt at all temperature. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഇതിനെ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിന്റെ, ഫോർ എക്സാമ്പിൾ മഗ്നീഷ്യം ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കാണാൻ നമ്മളോട് ആവശ്യപ്പെടുക. അപ്പൊ മഗ്നീഷ്യം ഇലക്ട്രോഡ് തന്നെ അവിടെ വെച്ച് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യിപ്പിക്കും. അപ്പൊ മഗ്നീഷ്യം ഇലക്ട്രോഡ് ഒരു ഹാഫ് സെല്ല്, ഹൈഡ്രജൻ ഇലക്ട്രോഡ് വേറൊരു ഹാഫ് സെല്ല്. അപ്പൊ ഇവിടെ 2 ഹാഫ് സെല്ല് ചേരുമ്പം സെല്ലായി. അപ്പൊ നമുക്കറിയാം, എന്നിട്ട് ആ വോൾട്ട് മീറ്ററിൽ റീഡിങ് വരും. മൊത്തം E0 സെല്ല് വരും. വോൾട്ട് മീറ്ററിലെ റീഡിംഗ് ആണ് E0 സെൽ. SHEയുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാം 0 വോൾട്ട്. അതിൽ നിന്ന് മഗ്നീഷ്യം ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഏതെങ്കിലും ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് വേണം. എന്ന് പറഞ്ഞാൽ എന്താ? 1 മോളാർ കോൺസെൻട്രേഷൻ ആയിരിക്കണം, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ അല്ലെ 1 ബാർ ആയിരിക്കണം. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡിനെ SHE ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് ആനോഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കും. അപ്പൊ SHE എന്തായിട്ട് എടുക്കും? കാഥോഡ് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? E0 സെൽ ഈക്വൽസ് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. റൈറ്റ് എന്ന് പറയുന്നത് ഏതാ? കാഥോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അങ്ങനെയാണ് SHE. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, what is the potential of standard hydrogen electrode? At all temperature its potential is 0 volt. പിന്നെ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ, ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ, അപ്പോഴുള്ള ഹാഫ് സെല്ലും ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. ഇടയ്ക്കാണെന്ന് പറയട്ടെ, ഡാനിയൽ സെല്ലില് സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ അല്ലെ. അപ്പൊ ഓക്സിഡേഷന് വിധേയമാവുന്ന ആളാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഏത് ഏജന്റ് ആയിട്ട് പറയുന്നത്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് 2 ഇലക്ട്രോണിനെ കോപ്പറിന് കൊടുത്തില്ലേ. അപ്പൊ കോപ്പറിന് എന്താ സംഭവിച്ചത്? Cu2+ അയോൺ ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് റിഡക്ഷന് വിധേയമായി. അപ്പൊ ഇവിടെ സിങ്കിനെ അവിടെ എന്താ പറയുക? റെഡ്യൂസിങ് ഏജന്റ്. കാരണം കോപ്പറിന് റിഡക്ഷൻ നടക്കാൻ കാരണക്കാരൻ ആരാ? സിങ്ക്. therefore സിങ്ക് ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ്. അതുപോലെ സിങ്കിന് അവിടെ എന്താ സംഭവിച്ചത്? ഓക്സിഡേഷൻ. സിങ്ക് എന്തായിട്ട് മാറി? ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിൽ ഓർമ്മ വേണം. പേപ്പറിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ആ ഇക്വേഷൻ ഒന്ന് എഴുതി. സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ അയോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. സിങ്കിന് ഓക്സിഡേഷൻ നടക്കാൻ കാരണക്കാരനാരാ? കോപ്പർ വാങ്ങിക്കാനിരുന്നോണ്ട്. അപ്പൊ സിങ്കിൻ കോപ്പറിനെ നമ്മൾ ഇവിടെ എന്താ പറയാ? ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലായോ? അപ്പോഴ് ഓക്സിഡേഷന് വിധേയമായ സിങ്കിനെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷന് വിധേയമായ കോപ്പറിനെ നമ്മൾ എന്ത് പറയും? ഓക്സിഡൈസിങ് ഏജന്റ്. അതെല്ലാം ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് ഇനി സീരീസിലേക്ക് പോകാം. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഞാൻ കുറെ ഇലക്ട്രോഡ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡില് അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ?
tendency to undergo reduction. Standard reduction potential ആണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. Reduction potential എന്ന് പറഞ്ഞാൽ എന്താ? Tendency to undergo reduction. Reduction വിധേയമാവാനുള്ള ടെൻഡൻസി. അത് ഞാൻ നോക്കിയേ, ലിഥിയത്തിന്റെ ആദ്യം ഞാൻ എഴുതിയേക്കുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രഷർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലൊക്കെ ഉള്ളത് -3.05 ആണ്. അടുത്തത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെയോ -2.93. ഇതിനേക്കാളും കൂടിയ വാല്യൂ അല്ലേ ഇത്? കാരണം നെഗറ്റീവ് ആവുമ്പോ കൂടിയല്ലേ? 3.05 -3.05 കൂടിയ വാല്യൂ ആണ് -2.93. അതിന് തൊട്ട് താഴെ കാൽസ്യം. അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -2.87. അടുത്തത് സോഡിയം വരുമ്പം -2.71. പിന്നെ മെഗ്നീഷ്യം -2.36. അപ്പൊ നോക്കിയേ, വാല്യൂസ് ഇങ്ങനെ നോക്കിയാലോ ഇൻക്രീസ് ചെയ്തല്ലേ വരുന്നത്. അടുത്തത് അലൂമിനിയം -1.66. സിങ്കിന്റെ വന്നപ്പോ വീണ്ടും കൂടി -0.76. അപ്പൊ ഇവിടെ നോക്കിയാല് La+ എന്തായിട്ട് മാറി? La ആയിട്ട് മാറി. La+ എങ്ങനെയാ ലിഥിയം ആറ്റമായിട്ട് മാറുന്നേ? La+ accepts 1 electron and forms lithium atom. ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ. അപ്പൊ ഇതെല്ലാം റിഡക്ഷനാ. K+ എങ്ങനെയാ K ആയിട്ട് മാറിയത്? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ ഈ കാണുന്ന എല്ലാം റിഡക്ഷൻ ആണ്. അപ്പൊ ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ താഴോട്ട് ഇതിന്റെ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴോട്ടാ വരേണ്ടത്. ഈ വാല്യൂസ് ബോട്ടിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് എഴുതിയതാണ്. ഇപ്പുറത്തെ സൈഡിൽ വന്നത് സിങ്കിന് താഴെയാണ് അയൺ വരുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -0.44. അതിന് താഴെ നിക്കൽ -0.25. അത് കഴിഞ്ഞ് ടിൻ -0.14. ലെഡ് -0.13. ഹൈഡ്രജൻ 0.00. കോപ്പർ 0.34. സിൽവർ 0.22. മെർക്കുറി 0.92. ഇതിനും താഴെ മെർക്കുറിക്കും താഴെയാണ് ഗോൾഡ്. Au ഗോൾഡിന്റെ സിംബല 1.4. ഏറ്റവും താഴെ പ്ലാറ്റിനം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ E0 വാല്യൂസ് നോക്കിയാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന E0 റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അപ്പം E0 വാല്യൂസ് കൂടി വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിങ്ങനെ താഴോട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് നിറച്ചുണ്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അത് വെർട്ടിക്കലി താഴോട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിന്റെ ഓർഡറിലാണ് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടി വന്നിരുന്നു. ആ സീരീസിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? മെറ്റൽസിന്റെ ക്രമീകരണം. ഏത് രീതിയിലുള്ള ക്രമീകരണം? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടി കൂടി വരുന്ന രീതിയിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്ന ക്രമീകരണത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് മക്കളെ? ദ അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽസ് in the increasing order of their standard reduction potential values is called electrochemical series. Then electrochemical series, the arrangement of various metals in the increasing order of their standard reduction potential values is called electrochemical series. അപ്പൊ നമ്മള് ഈ സീരീസിൽ വാല്യൂസ് ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കേട്ടല്ലോ. വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വാല്യൂ ഒക്കെ തരും. പക്ഷെ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓർഡർ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഒത്തിരിയും ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ ഇത് ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ ഈ ഓർഡർ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കണം. ആദ്യം ലിഥിയം, അത് കഴിഞ്ഞ് പൊട്ടാസ്യം. കാരണം ആ ഓർഡർ അറിഞ്ഞാലേ ഈ ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഓർഡർ പഠിക്കാനായിട്ട് ഞാൻ ചെറിയൊരു ഹിന്റ് തരാം. അതായത് ലിറ്റിൽ പൊട്ടാസ്യവും കാൽസ്യവും കൂടി സൊമാലിയയിലും സിംഗപ്പൂരിലും ടൂർ ലീഡ് ചെയ്തു. ആ ഒരു സെന്റൻസ് ഓർത്തിരിക്കുക.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേറൊരു സെന്റൻസ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ പോലെ ഒരെണ്ണം ചെയ്തതാ. അതായത് ലിറ്റിൽ, എല്ലായി ആദ്യം വരുന്നു, ലിഥിയം. പിന്നെ പൊട്ടാസ്യവും കാൽസ്യവും ആ ഓർഡറിൽ അങ്ങ് ഓർത്തിരിക്കുക. ലിറ്റിൽ പൊട്ടാസ്യം ആൻഡ് കാൽസ്യം. അപ്പൊ പൊട്ടാസ്യമായി, കാൽസ്യമായി. സൊമാലിയ, എസോ, സോഡിയം, സോഡിയം. പിന്നെ എം എന്നുള്ളത് ഇവിടെ കിടക്കുന്നു, മഗ്നീഷ്യം. പിന്നെ AL, അലൂമിനിയം. മഗ്നീഷ്യത്തിന് താഴെ അലൂമിനിയം. പിന്നെ സിംഗപ്പൂരിന്റെ സ്പെല്ലിംഗ് എസ് ആണ്. ഞാൻ സൗകര്യത്തിന് വേണ്ടി അതങ്ങ് ഇസഡ് ആക്കി. അപ്പോഴ് ഇവിടെ സിങ്ക്, സിങ്ക്. സിങ്കിന് താഴെയാണ് വരുന്നത് അയൺ. സിങ്കിന് താഴെ അയൺ. Fe എന്നാണ് അയണിന്റെ സിമ്പൽ, അയൺ. പിന്നെ എന്നിന് പകരം നിക്കൽ. പിന്നെ സിംഗപ്പൂർ. അത് കഴിഞ്ഞ് ടൂർ. ഇവിടെ സ്ഥലമില്ലാത്തോണ്ട് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് എഴുതിയേക്കുന്നത്, ടൂർ. ടി എന്നുള്ളത് ടിൻ, SN. ടിന്നിന്റെ സിമ്പൽ ആണ് ലീഡ്. ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെഡ് അങ്ങ് വരുക. അത് കഴിഞ്ഞ് ലെഡ്. അപ്പൊ ഇവിടെ വരെ ഓർത്തിരിക്കാമല്ലോ. ലിറ്റിൽ പൊട്ടാസ്യവും കാൽസ്യവും കൂടി സൊമാലിയയിലും സിംഗപ്പൂരിലും ടൂറ് ലീഡ് ചെയ്തു. ആ ഒരു സെന്റൻസ് ഓർത്താൽ ലിഥിയം, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ. അത് കഴിഞ്ഞ് ടിൻ, ലെഡ്. അത്രയും ഓർത്തിരിക്കണം. അതിന് താഴെ എന്താ വരുന്നേ? ഹൈഡ്രജൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE. ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, മെർക്കുറി, ഗോൾഡ്, പ്ലാറ്റിനം. അത് ഓർത്തിരിക്കാൻ ഞാൻ വേറൊരു സെന്റൻസ്. ഹൈഡ്രജൻ തൊട്ട് താഴോട്ട്, അതായത് +2 കഴിഞ്ഞിട്ടേ നിങ്ങൾ ഹയർ കോഴ്സിന് പഠിക്കാനേ പ്ലെയിനിൽ കയറി, എയറോപ്ലെയിനിൽ കയറി വിദേശത്ത് പോവാം. അതങ്ങ് ഓർത്തിരിക്കുക. അതായത് ഹയർ കോഴ്സിന് മെയിൽ ഗോ ബൈ പ്ലെയിൻ. അതായത് ഹയർ H, ഹൈഡ്രജൻ. പിന്നെ കോഴ്സ് എന്നുള്ള C, കോപ്പർ. പിന്നെ S, സിൽവർ. മേയുടെ M, മെർക്കുറി. പിന്നെ ഗോ, ഗോൾഡ്. ബൈപ്ലെയിനിന്റെ P, പ്ലാറ്റിനം. അങ്ങനെ ഓർത്തിരുന്ന ഹൈഡ്രജൻ തൊട്ട് താഴോട്ടുള്ളത് ഓർത്തിരിക്കാം. ഹൈഡ്രജന്റെ താഴെയാണ് ഗോൾഡും പ്ലാറ്റിനവും വരുന്നത്. സ്ഥലമില്ലാത്തോണ്ടാണ് മക്കളെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്. ഓർക്കുമല്ലോ ഇത്. ഈ സീരീസ്, ഈ സെന്റൻസ് ഓർത്ത് വെച്ച് പഠിക്കുക. ഈ സീരീസ് പഠിച്ചാലേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഈ സീരീസ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അതായത് നോക്കിയേ, സീരീസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏത് ടെമ്പറേച്ചറിൽ എടുത്താലും എത്രയാന്നാ പറഞ്ഞത്? 0. അതിന് മേളിലുള്ള വാല്യൂസ് എല്ലാം നോക്കിയേ, നെഗറ്റീവ് അല്ലേ? അപ്പോഴ് ഹൈഡ്രജന് മേളിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ കിടക്കുന്ന എല്ലാ എലമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണ്. ഹൈഡ്രജന് താഴെ കൊണ്ട് കിടക്കുന്ന എല്ലാത്തിന്റെ എന്താ? പോസിറ്റീവ് ആണ്. അതറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ all metals lying above hydrogen in the electrochemical series have negative values of standard reduction potential. എന്താണ് പറഞ്ഞത്? all metals lying above hydrogen in the electrochemical series have negative is 0 value reduction potential value. ഹൈഡ്രജന് താഴെ കിടക്കുന്നതിനോ പോസിറ്റീവ്. And all metals lying below hydrogen in the electrochemical series have positive value of standard reduction potential. എന്താണ്? All metals lying below hydrogen in the electrochemical series have positive value of standard reduction potential. ഇത് ഓർത്തിരിക്കുമല്ലോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ വേറൊരു കാര്യം പഠിക്കണം. അതായത് ഹൈഡ്രജന്റെ മേളിൽ കിടക്കുന്നതിനെല്ലാം ഹൈഡ്രജനേക്കാളും കുറവാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലയോ? അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഡൻസി ടു അണ്ടർഗോ റിഡക്ഷൻ കുറവാണ്. റിഡക്ഷന് വിധേയമാവാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പൊ പിന്നെ അവൻ എന്തോ വിധേയമാവുന്നേ? അപ്പൊ അയാള് ഓക്സിഡേഷന് വിധേയമാവും.
അപ്പോഴ് മുകളിലുള്ള ഹൈഡ്രജന്റെ മേളിലുള്ളതിനെല്ലാം ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ SHE ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് സെല്ലൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പൊ മേളിലുള്ള എലമെന്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയതുകൊണ്ട് അവൻ എന്തിനു വിധേയമാവും? ഓക്സിഡേഷന് വിധേയമാവും. ഓക്സിഡേഷന് വിധേയമാവുന്നവൻ ഏത് ഏജന്റ് ആണെന്ന് പറഞ്ഞേ? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജനേക്കാളും സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പം മെറ്റൽസ് ലൈയിങ് above hydrogen have negative E0 value, therefore they undergo നെഗറ്റീവ് E0 വാല്യൂ. E0 വാല്യൂ കുറവാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അപ്പൊ അത് എന്തിനു വിധേയമാവും? they undergo oxidation, hence they are oxidation വിധേയമാവുന്ന ആള് ഏത് ഏജന്റാ? they are stronger reducing agent than hydrogen. ഹൈഡ്രജനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാരണം നമ്മുടെ ഡാനിയൽസിൽ ഓർത്തിരിക്കണം എപ്പോഴും സിങ്കും കോപ്പറും. സിങ്ക് ഓക്സിഡേഷന് വിധേയമായി, അതുകൊണ്ട് കോപ്പറിനെ റെഡ്യൂസ് ചെയ്തു. സിങ്ക് റെഡ്യൂസിങ് ഏജന്റ്. അതുപോലെ ഹൈഡ്രജന് താഴെയുള്ളത് പോസിറ്റീവ് E0 വാല്യൂ അല്ലേ എന്ന് പറഞ്ഞാൽ they have high E0 വാല്യൂ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ്. അപ്പൊ അവൻ എന്തിനു വിധേയമാവും? അവൻ റിഡക്ഷന് തന്നെ വിധേയമാവും. കാരണം അവന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ്. റിഡക്ഷന് വിധേയമാവുമ്പോ ഏത് ഏജന്റാ റിഡക്ഷന് വിധേയമാവുമ്പോ? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന് താഴെ കിടക്കുന്ന മെറ്റൽസ് എല്ലാം ഹൈഡ്രജനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏത് ഏജന്റ് ആണ്? ഹൈഡ്രജനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കാരണം അവൻ റിഡക്ഷനാ വിധേയമാവുന്നത്. അപ്പൊ എങ്ങനെ റിഡക്ഷന് വിധേയമാവുന്നേ? ബാക്കിയുള്ളവന്റെ ഇലക്ട്രോണിനെ തട്ടിപ്പറിച്ച്. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആളിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ ഈ വാങ്ങിച്ചവൻ എന്ത് ഏജന്റാ? മറ്റേവന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരന്. അതുകൊണ്ട് ഇവനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. അപ്പോഴ് മെറ്റൽസ് ലൈയിങ് ബിലോ ഹൈഡ്രജൻ in the electrochemical series are stronger oxidizing agent than hydrogen. കാരണം എന്താ? അവന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാൾ കൂടുതലാണ്. therefore അവന് റിഡക്ഷന് വിധേയമാവും. therefore അവൻ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത്രയും അത് ഓർത്തിരിക്കണം. അതുപോലെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ആദ്യം കിടക്കുന്നവൻ ആരാ? ലിഥിയം. ലിഥിയത്തിനാണ് ഏറ്റവും കുറച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് അവൻ എന്തിനെ വിധേയമാവത്തുള്ളൂ? അവന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാ, അതുകൊണ്ട് അവൻ റിഡക്ഷന് വിധേയമാവത്തില്ല. പിന്നെ എന്തിനാ വിധേയമാവുന്നേ? ഓക്സിഡേഷന് വിധേയമാവും. ഓക്സിഡേഷന് വിധേയമാവുന്ന എങ്ങനെയാ? ഇലക്ട്രോണിനെ ലോസ് ചെയ്ത്. അപ്പൊ വേറൊരുത്തൻ ഇലക്ട്രോണിനെ കൊടുക്കുക. അപ്പൊ മറ്റേവൻ എന്താ സംഭവിക്കുന്നേ? റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ സംഭവിക്കാൻ കാരണക്കാരനാരാ? ലിഥിയം കൊടുത്തോണ്ട. അപ്പൊ ലിഥിയത്തിന് എന്ത് പറയും? റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാ? ലിഥിയം. ഇൻ ദി ഇലക്ട്രോകെമിക്കൽ സീരീസ് lithium has the least standard reduction potential value, hence it is the strongest. എന്തോ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവായതുകൊണ്ട് എന്തിനു വിധേയമാവുന്ന? റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷനേ ഉള്ളൂ. hence he is the strongest reducing agent. മനസ്സിലായില്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയാൽ ഏറ്റവും താഴെ കിടക്കുന്ന ഫ്ലൂറിന. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പം ഫ്ലൂറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. ഏറ്റവും മേളിൽ കിടക്കുന്നവൻ ലിഥിയം, ഏറ്റവും താഴെ കിടക്കുന്നവൻ ഫ്ലൂറിനുമാണ്. അപ്പൊ ഫ്ലൂറിൻ ഹാസ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പൊ ഫ്ലൂറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്തിനെ വിധേയമാവത്തുള്ളൂ? ഫ്ലൂറിൻ എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷനെ വിധേയമാവത്തുള്ളൂ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് ഫ്ലൂറിൻ അണ്ടർഗോസ് റിഡക്ഷൻ. ഫ്ലൂറിന് റിഡക്ഷന് വിധേയമാവുമ്പോ അത് ഏത് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോണിനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുക. അപ്പൊ വേറൊരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുവല്ലേ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സിന് എന്താ പറയാ? ഓക്സിഡേഷൻ. അപ്പൊ ഫ്ലൂറിൻ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദി ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോകെമിക്കൽ സീരീസിനെ കുറിച്ച് നമ്മൾ അറിയണം. എന്തൊക്കെയായിരുന്നു? മെറ്റൽസ് ഹൈഡ്രജന് മേളിൽ കിടക്കുന്നവർക്കെല്ലാം നെഗറ്റീവ് E0 വാല്യൂ ആണ്. താഴെ കിടക്കുന്നവർക്കെല്ലാം പോസിറ്റീവ് E0 വാല്യൂ ആണ്. മെറ്റൽസ് ലൈയിങ് above hydrogen in the electrochemical series have negative E0 value and below
hydrogen in this series have positive standard reduction potential value. എന്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ. Metals are arranged in the increasing order of standard reduction potential value. പിന്നെ ഹൈഡ്രജന്റെ മുകളിൽ കിടക്കുന്നതിനെല്ലാം നെഗറ്റീവ് സീറോ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അതുകൊണ്ട് മേളിൽ കിടക്കുന്നവരെല്ലാം ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ SH ആയിട്ടൊക്കെ കണക്ട് ചെയ്യുവാണെങ്കിൽ മേളിൽ കിടക്കുന്ന ഏതൊരു മെറ്റലും എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് they undergo oxidation. അപ്പോൾ അത് ഏത് ഏജന്റ് ആണ്? റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. അപ്പൊ ഏറ്റവും മേളിൽ കിടക്കുന്ന ലിഥിയത്തിനാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ്. അപ്പൊ ലിഥിയം ഒരിക്കലും റിഡക്ഷന് വിധേയമാവുന്നില്ല, പിന്നെ എന്തിനെ വിധേയമാവുന്നുള്ളൂ? ഓക്സിഡേഷനെ വിധേയമാവുന്നുള്ളൂ. അപ്പോൾ ഓക്സിഡേഷന് വിധേയമാവുമ്പോൾ ഏത് ഏജന്റാ? റെഡ്യൂസിംഗ് ഏജന്റ്. സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റിന്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഏതാണ്? ലിഥിയം. പിന്നെ താഴെ കിടക്കുന്നതോ ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവയുടെയൊക്കെ E0 വാല്യൂ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ്. കൂടുതലാവുന്നവരെല്ലാം എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. Therefore they undergo reduction. റിഡക്ഷന് വിധേയമാവുമ്പം ബാക്കിയുള്ളവരുടെ ഇലക്ട്രോണിനെ തട്ടിപ്പറിച്ചല്ലേ റിഡക്ഷന് വിധേയമാവുന്നേ. അപ്പൊ കൂടുതലുള്ള ആളിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. അപ്പൊ ഇവരെല്ലാം എന്താ? ഓക്സിഡൈസിങ് ഏജന്റ് ആണ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ താഴോട്ടുള്ളതെല്ലാം ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഏറ്റവും താഴെ കിടക്കുന്ന ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഹാസ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ഹെൻസ് ഫ്ലൂറിൻ അണ്ടർഗോസ് എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടുതലാണ്, റിഡക്ഷന് വിധേയമാവും. റിഡക്ഷന് വിധേയമാവുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഏത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലായല്ലോ? അപ്പൊ താഴോട്ട് വരുന്നതോടും ഓക്സിഡൈസിങ് ടെൻഡൻസി കൂടി വരികയാണ്. റെഡ്യൂസിങ് ടെൻഡൻസി കുറഞ്ഞു വരികയാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടി വരികയാണ്. നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് കുറച്ച് ആപ്ലിക്കേഷൻ പഠിക്കണം.